ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്നാൽ മാജിക്കിന്റെ രഹസ്യങ്ങൾ അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവരാണ് നമ്മളിലേവരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ ഫേമസ് ആയ കുറച്ച് മാജിക്കുകളുടെ സീക്രട്സ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് മാജിക്കുകളുടെ അത്ഭുത ലോകത്തേക്ക് പോകാം. ഫേമസ് റോപ്പ് എസ്കേപ്പിംഗ് ട്രിക്ക്. റോപ്പ് എസ്കേപ്പിംഗ് എന്ന മാജിക് വളരെയേറെ പ്രശസ്തമായ ഒരു മാജിക് ആണ്. ഇത് കുറെ മാജീഷ്യന്മാർ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ മാജിക്കിന്റെ പിന്നിലിരിക്കുന്ന രഹസ്യം വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ മാജിക് നന്നായി ശ്രദ്ധിച്ചു കണ്ട് ഇതിന്റെ ട്രിക്ക് മനസ്സിലാക്കിയാൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഒരു കലക്ക് കലക്കാം. ഈ മാജിക് പെർഫോം ചെയ്യാൻ ഓഡിയൻസ് രണ്ടുപേരെ വെച്ച് ഒരു വലിയ കയറ് കൊണ്ട് ഇയാളുടെ കൈ കാലിന് മുകളിൽ വെച്ച് ടൈറ്റായി കെട്ടാൻ പറയുന്നു. ഈ കെട്ടിൽ നിന്ന് അഴിഞ്ഞു പോരാൻ ഒരു ചാൻസുമില്ല. അടുത്തതായി ഒരു തുണി കൊണ്ട് കൈ മറയ്ക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ കൈ പുറത്തെടുത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. അടുത്ത നിമിഷം തന്നെ തുണി മാറ്റാൻ പറയുന്നു. ഇപ്പോൾ സത്യത്തിൽ അയാളുടെ കൈ രണ്ടും പഴയ പോലെ തന്നെ ബലമായി കെട്ടിയിരിക്കുകയാണ്. ഈ മാജിക് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? അതിന്റെ രഹസ്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നല്ലോണം നോക്കിയാൽ അറിയാം, കയർ കാലിനെ ചുറ്റിക്കൊണ്ടുവരുമ്പോൾ അവിടെ യാതൊരു കെട്ടും ഇട്ടിട്ടില്ല. ഉടനെ അതിന്റെ മുകളിൽ അയാൾ തന്റെ കൈ വെച്ച് കെട്ടാൻ തുടങ്ങുന്നു. ഓഡിയൻസ് ആ കയർ ടൈറ്റായി തന്നെയാണ് കെട്ടുന്നത്. എന്നാൽ എത്ര ടൈറ്റായി കെട്ടിയാലും അയാളുടെ ഒരു കൈ ചെറുതായി ഒന്ന് തിരിച്ചാൽ തന്നെ മറ്റേ കൈ പുറത്തു കൊണ്ടുവരാനുള്ള ഗ്യാപ്പ് ലഭിക്കും. അങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അയാൾ കൈ പുറത്തെടുത്തത്. വീണ്ടും തുണി താഴ്ത്തുമ്പോഴേക്കും കൈ ആ ഗ്യാപ്പ് വഴി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് ആ മാജിക് ചെയ്തിരിക്കുന്നത്. റിച്ചാർഡ് ജോൺസ് ഒറിഗാമി ട്രിക്ക്. ഇയാളാണ് റിച്ചാർഡ് ജോൺസ്. ഇയാളുടെ ഒറിഗാമി ട്രിക്ക് വളരെ പ്രശസ്തമാണ്. ഇയാളുടെ മാജിക് ഒരേ സമയത്ത് സിമ്പിൾ ആയതും എന്നാൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. ഇപ്പോൾ റിച്ചാർഡ് ജോൺസ് 2 നോട്ട്ബുക്കുമായി ജഡ്ജസിന്റെ അടുത്തേക്ക് വരികയാണ്. അതിൽ ആദ്യത്തെ ബുക്കിൽ കുറെ സെലിബ്രിറ്റീസിന്റെ പേരെഴുതിയിട്ടുണ്ടാകും. രണ്ടാമത്തെ ബുക്കിൽ കോഫി, ജ്യൂസ് എന്നിങ്ങനെ കുറെ കൂൾ ഡ്രിങ്ക്സിന്റെ പേരും എഴുതിയിട്ടുണ്ടാകും. ഇപ്പോൾ ജഡ്ജസിനോട് ഒരു കൈയിൽ ബുക്ക് വെച്ച് മറ്റേ കൈകൊണ്ട് ബുക്ക് കവർ ചെയ്യാൻ പറയുന്നു. അടുത്തതായി മുകളിൽ ഇരിക്കുന്ന കൈകൊണ്ട് ബുക്കിലെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് അതിൽ എഴുതിയിരിക്കുന്ന പേര് മനസ്സിൽ വിചാരിച്ച് ബുക്ക് സ്റ്റേജിലേക്ക് എറിയാൻ പറയുന്നു. ഇപ്പോൾ ബുക്കിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടുപിടിക്കുന്നതിനായി ഒരു ജഡ്ജിനോട് തന്റെ നെറ്റിയിൽ തൊടാൻ പറയുന്നു. മറ്റേ ജഡ്ജിനോട് തന്റെ വിരലിൽ തൊടാനും ആവശ്യപ്പെടുന്നു. അടുത്ത നിമിഷം തന്നെ ഒരു പേപ്പർ എടുത്ത് ആദ്യത്തെ ജഡ്ജസ് എടുത്ത പേപ്പറിലെ ആളെ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഡേവിഡ് ബെക്കാമിന്റെ രൂപത്തെ പേപ്പറിൽ കൊണ്ടുവന്ന് ജഡ്ജസിനെയും പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്നു. അടുത്തതായി രണ്ടാമത്തെ ജഡ്ജിനോട് നോട്ട്ബുക്കിൽ കണ്ട പേര് ചോദിക്കുന്നു. അയാൾ 1 കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞപ്പോൾ മാജിക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന കവറിൽ നിന്ന് ടീ എടുത്ത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. ഈ മാജിക് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? അതിന്റെ സീക്രട്ട് ഇതാണ്. റിച്ചാർഡ് കൊണ്ടുവന്ന നോട്ട്ബുക്കിലാണ് ഇതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഈ നോട്ട്ബുക്കിലെ പേജുകൾ മറ്റു നോട്ട്ബുക്കുകൾ പോലെ ഈക്വൽ ആയിട്ടല്ല ഇരിക്കുന്നത്. ഈ നോട്ട്ബുക്കിൽ ഒരു പേജ് വലുതും ഒരു പേജ് ചെറുതും ആയി മാറി മാറി ഇരിക്കുന്നതാണ്. ഇവിടെയാണ് മാജിക്കിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നോട്ട്ബുക്കിന്റെ വലിയ പേജുകളിൽ ഓരോ സെലിബ്രിറ്റികളുടെ പേരും ചെറിയ പേജുകളിൽ എല്ലാം ഒരാളുടെ പേരുമായിരിക്കും, അതായത് ഡേവിഡ് ബെക്കാം. ഇപ്പോൾ ഈ സീൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതിൽ റിച്ചാർഡ് അയാളുടെ തള്ളവിരൽ ഉപയോഗിച്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ട്ബുക്കിലെ വലിയ പേജിലുള്ള സെലിബ്രിറ്റികളുടെ പേരുകൾ മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ ഈ സീനിൽ ഫസ്റ്റ് ജഡ്ജ് എങ്ങനെയാണ് നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കൂ. താഴെ നിന്ന് മുകളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ട്ബുക്കിലെ ചെറിയ പേജുകളിലുള്ള ഒരേ ഒരു പേരായ ഡേവിഡ് ബെക്കാം എന്ന് മാത്രമേ കാണാൻ കഴിയൂ. രണ്ടാമത് കൊടുത്ത നോട്ട്ബുക്കിലും ഈ ട്രിക്ക് തന്നെ ഉപയോഗിച്ചാണ് മാജീഷ്യൻ 1 കപ്പ് ഓഫ് ടീ എന്ന് പറയിപ്പിച്ചത്. ഇങ്ങനെയാണ് റിച്ചാർഡ് ഈ മാജിക് ചെയ്തത്.